എപ്പോഴായിരുന്നു മാളച്ചേട്ടനെ ആദ്യം കണ്ടതും പരിചയമൊക്കെ? മാളച്ചേട്ടനെ ആദ്യം കണ്ടത് മാനത്തെ കൊട്ടാരം പടത്തില. അതിനകത്ത് ഒരു അമ്മാവനായിട്ട് ഞാനൊരു എൻ്റെ നല്ല വേഷമാണ് അതിനകത്ത്. കാരണം ആദ്യം ഞാൻ മാപ്പൊക്കെ വിൽക്കാൻ വരുന്നു, മാപ്പ് എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് മാപ്പ് അന്ന് വളരെ ജനകീയമായിരുന്നു. അതാണ് ഫേമസ് ആയത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ മാപ്പൊക്കെ വലിച്ചു കീറിയ വല്ലാണ്ടാക്കി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പെട്ടിക്കട തുടങ്ങി. പെട്ടിക്കടയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ കറക്റ്റ് ഫിലോമിന ചേച്ചി അവിടെ വന്ന്, എടാ നിന്നെ അവിടെ നിന്ന് എൻ്റെ മാമൻ പറഞ്ഞു വിട്ടതല്ലേ എന്ന് പറഞ്ഞ് പുള്ളി വന്നിട്ട് ആ പാത്രമൊക്കെ എടുത്ത് പൊട്ടിച്ച് പണ്ടാരടക്കി ഒരു രക്ഷയില്ലാണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗതിയില്ല പരഗതിയില്ലാണ്ട് പിറ്റ തെണ്ടാനിരുന്നു ഞാൻ അവിടെ വന്നിട്ടും ഈ ഫിലോമിന ചേച്ചി വന്ന് എന്നെ അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോയി. അങ്ങനെ അത് ഭയങ്കര സംഭവമായിരുന്നു. അതെ, വളരെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള പരിപാടികളാണല്ലോ. മാളച്ചേട്ടനോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മിമിക്സ് ആക്ഷൻ 500 അങ്ങനെ ഒരു പടം ചെയ്തു. സകല മിമിക്രിക്കാരുണ്ട് അതിനകത്ത്, സകല മിമിക്രിക്കാരുണ്ട്. അപ്പോൾ ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു TV ഷോ കാണാം. ഷിയാസാണത് കാണുന്നത്. അതായത് എന്തായാലും പറയാ, ജിംനാഷ്യം അല്ല, വേറെ സംഭവം നിൽക്കുമല്ലോ, ആരോഗ്യരംഗം. ആരോഗ്യരംഗം അതിങ്ങനെ ഷിയാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവരിങ്ങനെ അത് പിണഞ്ഞ് വലിഞ്ഞ് ഒടിഞ്ഞ് നെരിഞ്ഞിങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നെരിഞ്ഞ് എന്താ പറയുക, പിന്നെ വളഞ്ഞിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് കാലിൻ്റെ ഇടയിൽ പെട്ടു പോകും, എടുക്കാൻ പറ്റാണ്ടായി പോയി. അപ്പം ഞാനിങ്ങനെ നിൽക്കുക പുറകിൽ മാളച്ചേട്ടൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്ന് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ കരഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് എടാ നോക്കടാ ശരിയാക്കടാന്ന് പറഞ്ഞ് ആരാണ്ടൊക്കെ വന്ന് കാല് പിണഞ്ഞതൊക്കെ മാറ്റി നേരെ ആക്കി സ്വസ്ഥമായി. അല്ല, ഈ അയ്യോ വിളി അമ്മോ വിളികൾ മാളച്ചേട്ടന്റെ ഒരു വളരെ അയ്യോ അമ്മോ വിളികൾ ഇത്രയും വെറൈറ്റികളിൽ ഇത്രയും തവണ വിളിച്ചിട്ടുള്ളത്. പിന്നെ ചില സമയത്ത് ഇത് സീരിയസ് ആക്കുന്ന കാര്യത്തില് ഒറ്റ ഡയലോഗ് തന്നെ, അതായത് സന്ദേശത്തില് ഇവരുടെ അനിയൻ വന്നിട്ട് എനിക്കൊരു ടേപ്പ് റെക്കോർഡർ മേടിച്ചു തരാമോ, പിന്നെ നിനക്ക് ഇന്ത്യൻ വേണോ ഫോറിനായാലും മതി, ഫോറിൻ വേണോ അല്ലേ, നാളെ ഞാൻ ജപ്പാനിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് മേടിച്ചോണ്ട് തരാം, നിനക്ക് ഞാൻ മേടിച്ചു തരൂടാ പറഞ്ഞിട്ട് എത്ര രസമാണല്ലേ അങ്ങനത്തെ പരിപാടികൾ ചെയ്തേക്കുന്നത്. നാച്ചുറൽ ആണ്.